ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു സ്ട്രെയിറ്റ്നറിൻ്റെ റിവ്യൂ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ടിട്ട് വന്നാലോ. ഇതാണ് കേട്ടോ ആ ഒരു സ്ട്രെയിറ്റ്നർ. ഇതിൻ്റെ ബ്രാൻഡിൻ്റെ പേര് കിമി എന്നാണ് കേട്ടോ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. ഞാൻ വാങ്ങിച്ചപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഒരു 500 എബോ ആ ഒരു റേഞ്ചിലാണ് കേട്ടോ വന്നിരുന്നത്. എനിക്ക് തോന്നുന്നു മാർക്കറ്റിൽ ഈ ഓൺലൈനിൽ ഭയങ്കര ചീപ്പസ്റ്റ് ആയിട്ടുള്ളൊരു സ്ട്രെയിറ്റ്നർ തന്നെയാണ് കേട്ടോ ഇത്. ഭയങ്കര അഫോർഡബിളുമാണ്. ഇതുപോലെ ഒരു ബോക്സിലാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാനാണെങ്കിലും നമുക്ക് യൂസ് കഴിഞ്ഞ് എടുത്ത് വെക്കാനൊക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇത് കാണാൻ തന്നെ ഒരു ബ്രാൻഡഡ് പ്രൊഡക്റ്റ് പോലെയാണ് ഇരിക്കുന്നത്. പിന്നെ അതിൻ്റെ കോഡ് വയറൊക്കെ ആണെങ്കിലും നല്ല ലെങ്തി ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചൊരു ഡിസ്റ്റൻസിൽ നിന്നാണെങ്കിലും നമുക്കത് നന്നായിട്ട് സ്ട്രെയിറ്റൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, അതിൻ്റെ സെറാമിക് ഏരിയ ഉണ്ടോ, നന്നായിട്ട് വിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഹെയർ വെച്ച് നമുക്ക് സ്ട്രെയിറ്റൻ ചെയ്യാം. എനിക്ക് അതാണ് കൂടുതലായിട്ടും ഇതിന് അട്രാക്റ്റ് ആയത് കേട്ടോ. ഈ ഒരു സ്ട്രെയിറ്റൻ വാങ്ങാൻ കാരണം കൂടുതൽ അതാണ്. 500 റുപ്പീസിനാണെങ്കിൽ അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഈ ഒരു സ്ട്രെയിറ്റ്നറിന് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. കണ്ടോ, ആ സെറാമിക് പ്ലേറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ കുറച്ച് വിട്ടുള്ളായത് കൊണ്ട് തന്നെ കൂടുതൽ ഹെയർ വെച്ച് നമുക്ക് സ്ട്രെയിറ്റൻ ചെയ്യാം കേട്ടോ. പിന്നെ ഇത് ഹാൻഡിൽ ചെയ്യാനും യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇതൊരു ടെമ്പറേച്ചർ കൺട്രോൾ സ്ട്രെയിറ്റ്നർ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ സ്ട്രെയിറ്റൻ ചെയ്യണേക്കാളും മുമ്പ് ഒന്ന് സെറം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെറം അല്ലെങ്കിൽ ഹെയർ സ്പ്രേ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ മാക്സിമം 220 വരെ നമുക്ക് വെച്ചിട്ട് നമുക്ക് സ്ട്രെയിറ്റൻ ചെയ്യാം. നന്നായിട്ട് തന്നെ സ്ട്രെയിറ്റനിങ് ആവുന്നുണ്ട്. പിന്നെ കുറച്ച് ടൈം എടുക്കുമെന്നുള്ള കേട്ടോ. നമുക്ക് അറിയാം, പ്രൊഫഷണലി ചെയ്യണ ആ ഒരു സ്ട്രെയിറ്ററിൻ്റെ അത്രയും ക്വാളിറ്റി ഇല്ലെങ്കിലും നമുക്ക് ഇത് കുറച്ച് ടൈം എടുക്കും ഇത് ചെയ്യാനായിട്ട്. കുറച്ച് ക്ഷമയാണ് കേട്ടോ ഇത് വേണ്ടത്. കണ്ടോ, നന്നായിട്ട് തന്നെ സ്ട്രെയിറ്റൻ ആവണുണ്ട് കേട്ടോ. കുറച്ച് ടൈം എടുക്കണമെന്നുള്ള കേട്ടോ. കണ്ടോ, നന്നായിട്ട് സ്ട്രെയിറ്റൻ ആവണുണ്ട്. പിന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഹെയർ സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യുന്നതിൻ്റെ അത്ര പെർഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ഇത് ചീപ്പായിട്ടുള്ള ക്വാളിറ്റിയിൽ മേടിക്കുന്ന സ്ട്രെയിറ്റ്നർ അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതത്രയും ആ ഒരു പെർഫോമൻസ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കി ഹെയർസും കൂടി ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്തെടുക്കട്ടെ കേട്ടോ. പിന്നെ ഇതിന് കുറച്ച് ടൈം എടുക്കുള്ളൂ കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് കേളി ഹെയർ ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, കുറച്ചും കൂടി ഒരു ക്വാളിറ്റി ഉള്ള ഹെയർ സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ എൻ്റെ പോലത്തെ ഹെയർ ഒക്കെ ഉണ്ടല്ലോ, അത്യാവശ്യം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചെറുതായിട്ടൊന്നും കേളി ആയിട്ടുള്ള അങ്ങനത്തെ ഹെയർ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് കുഴപ്പമില്ല. അതല്ലാതെ എന്താ പറയുക, ഭയങ്കരമായിട്ട് ചുരുണ്ടിരിക്കണ ഹെയർ ഒക്കെ ഉള്ളവർക്കൊക്കെ, അതായത് നമ്മുടെ പേളിമാണിയുടെ പോലത്തെ ഹെയർ ഒക്കെ ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്പ്രിങ് പോലെ ഇരിക്കണം, ഈ നൂഡിൽസും ഒക്കെ പോലെ, അതേപോലത്തെ ഹെയർ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇത് യൂസ് ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ കയ്യിൻ്റെ ഊപ്പാട് പോകും. അതല്ല പിന്നെ പെഡലിയൊക്കെ പോകും. കാരണം കുറച്ച് ടൈം എടുക്കുമല്ലോ ഇത്. അപ്പോൾ നമ്മൾ ചെയ്ത് വരുമ്പോഴേക്കും നമ്മളൊരു ഒരു വിധത്തിലാവും. അപ്പോൾ അങ്ങനെ ഭയങ്കര കേളി ഹെയർ ഒക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ചും കൂടി ബ്രാൻഡഡ് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതായിരിക്കട്ടെ കുറച്ചും കൂടി നല്ലത്. ഇത് ഇപ്പോൾ എൻ്റെ പോലത്തെ ഹെയർ ഒക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ കുറച്ചൊന്ന് ചുരുണ്ടി കിടക്കണ ഹെയർ, അങ്ങനെയുള്ളവർക്കും പിന്നെ ഫ്രണ്ടിലൊക്കെ മാത്രം കുറച്ചൊന്ന് സ്ട്രെയിറ്റൻ ചെയ്ത് അങ്ങനത്തെ സ്റ്റൈലിലൊക്കെ ഇടാനായിട്ടൊക്കെ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടും നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിക്ക് മുന്നേ വേറൊരു സ്ട്രെയിറ്റ്നർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് ഭയങ്കര വേസ്റ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. ഞാൻ അതിൻ്റെ പിക്ക് ഇവിടെ സൈഡിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് അങ്ങനെ അതിൻ്റെ പ്രൈസൊന്നും എനിക്ക് തോന്നുന്നു ഒരു 300 ആ ഒരു റേഞ്ചിലാണ് ഞാൻ വാങ്ങിച്ചത്. പൈസ കുറവ് കണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷേ വേസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് പ്രൊഡക്റ്റാണ് കേട്ടോ. പൈസ പോയത് മിച്ചം വരുന്നു കേട്ടോ. ഇത് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ, നന്നായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രെയിറ്റനിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ എൻ്റെ നേരത്തെ ഹെയറിൻ്റെ ആ ഒരു പിക്ക് ഇവിടെ സൈഡിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ആ ഒരു ഹെയറിൻ്റെ ടെക്സ്ചർ മാറിയെന്ന് കേട്ടോ. ഒരു ചീപ്പസ്റ്റ് റേറ്റിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു സ്ട്രെയിറ്റ്നറാണ് നിങ്ങൾ നോക്കി നടക്കണമെങ്കിൽ ഈ ഒരു സ്ട്രെയിറ്റ്നർ ഞാൻ റെക്കമെൻഡ് ചെയ്യും കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു സ്ട്രെയിറ്റ്നറാണ്. അപ്പോൾ ഒന്ന് വാങ്ങിച്ചൊന്ന് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്ത് തരാണെങ്കിൽ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.